കൃപയുടെ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം, റൂഹാതൻ അഭിഷേകം. അഭിഷേകം അഭിഷേകം കൃപയുടെ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം, റൂഹാതൻ അഭിഷേകം. സത്യത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അണയൂ നിത്യസഹായകനേ, അഗ്നിയായി വെൺപ്രാവാ. സത്യത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അണയൂ നിത്യസഹായകനേ, അഗ്നിയായി വെൺപ്രാവാ. കർത്താവിന്റെ വചനം പറയുന്നത് നിന്റെ മക്കൾക്ക് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം, ജ്ഞാനം കിട്ടണോ, പരീക്ഷകളിൽ ഉന്നത വിജയത്തിൽ അവരെത്തിപ്പെടണോ, നീ ആഗ്രഹിക്കുന്ന പോലെ അവർ വിദേശത്ത് എത്തിപ്പെടണോ, അവർ ജോലിയിലേക്ക് കടന്നു വരണോ, അവര് ബിസിനസ് തുടങ്ങണോ, അവര് പുതിയ ഭവനങ്ങൾ പണിതുയർത്തണോ, അവരേതെല്ലാം മേഖലകളിലേക്ക് ഉയർത്തപ്പെടണോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വേദപുസ്തകം പറയുന്ന ഒരു കാര്യം, ദൈവവുമായി രമ്യതപ്പെടുക, ദൈവവുമായി ഒന്നായി തീരുക. അതിന് നമുക്ക് വേണ്ടത് വിശുദ്ധിയുള്ളൊരു ജീവിതമാണ്. ദൈവവുമായി രമ്യതപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്താണ് പ്രിയപ്പെട്ടവരെ? ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കൂദാശയുടെ ജീവിതം നയിക്കുക, പ്രാർത്ഥനയുടെ മനുഷ്യരായി തീരുക, ജീവിതത്തിൽ വിശുദ്ധിയും കൃത്യതയുള്ള മനുഷ്യരായി ജീവിക്കുക, ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഇത് ജീവിക്കാനായി പരിശ്രമിക്കുക. അതുവഴിയായി ഇത് ദൈവവുമായി ഞാൻ രമ്യതപ്പെടുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ പാപത്തിൻ്റെ തിന്മയുടെ ഈ ലോകത്തിൻ്റെ വഴികൾ ഞാൻ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ദൈവവുമായി രമ്യതയിൽ ബന്ധത്തിലാകുക. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം വളരെ മനോഹരമായി കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങും. എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വചനവും നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം, 4-ാം അധ്യായം, 3, 4, 5 തിരുവചനം നമുക്ക് ശ്രവിക്കാം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അസന്മാർഗതയുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ. അസന്മാർഗത, അസത്യം, അനീതി, തിന്മ, പാപം, മദ്യം, ലഹരി, ഒരു സുഖലോലുപതയുടെ ഭൗതികതയുടെ ഒരു ലോകത്തിലാണ് നിങ്ങളും ഞങ്ങളും നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. എന്നിട്ട് പറയാണ്, അസന്മാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അടുത്തത്, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുക. സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാ. കർത്താവിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഈ 21-ാം നൂറ്റാണ്ടില് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു സത്യമായ യാഥാർത്ഥ്യമാണ്,
പാപത്തിന്റെ തിന്മയുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാപത്തിലാണ് വളർന്നത്, പാപത്തിലാണ് ജനിച്ചത്, പാപത്തിന്റെ സ്വാധീനങ്ങളിൽ പെട്ടുകഴിയുന്നവരാണ് നമ്മൾ. ഇവിടെയാണ് കർത്താവിന്റെ വചനം ഓർമ്മിപ്പിക്കുക, നിങ്ങൾ അസന്മാർഗതയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ മാന്യതയിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനുഗ്രഹം അത് ഭൗതിക സമൃദ്ധിയുടെ അനുഗ്രഹം മുകളിൽ നിന്ന് വെറുതെ പൊട്ടി വീഴില്ല. എൻ്റെ സഹോദരങ്ങളെ, അതിന് വേണ്ടത് കർത്താവിൻ്റെ വചനം പറയുന്നത്, നീ നിൻ്റെ ജീവിതത്തെ നവീകരിക്കണം. നീ നിൻ്റെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ വഴികളെ നീ ഉപേക്ഷിക്കുമ്പോഴാണ് നിന്നിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരും. നിന്റെ ജീവിതം അസന്മാർഗതയിൽ നിന്നും പാപത്തിൽ നിന്നും ലൈംഗിക പാപം. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ധ്യാനങ്ങളിലൊക്കെ നമ്മളിന്ന് കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ എന്തോ ഒരു അപകടകരമായ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ജീവിതത്തിൻ്റെ കൃത്യത, വിശുദ്ധിയില്ലാത്ത ജീവിതം, പാപത്തിൻ്റെ തിന്മയുടെ അന്ധകാരത്തിൻ്റെ ജീവിതത്തിൽ കഴിയുന്ന അവസ്ഥയെക്കുറിച്ച് വളരെ വളരെ ശക്തമായി പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുക ചെയ്യുന്നത്. നിങ്ങളുടെ ശരീരത്തെ മാന്യതയിൽ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ പാപം തിന്മ നീ ഉപേക്ഷിച്ച് നിന്റെ ജീവിതം വിശുദ്ധമാക്കി മാറ്റണം. നിന്റെ കരങ്ങൾ വിശുദ്ധമായാൽ നീ ഉയർത്തുന്ന കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കും. നിന്റെ ശരീരത്തിൽ ഇന്ന് കുടികൊള്ളുന്ന ഈ ലോകത്തിൻ്റെതായ ലൈംഗിക അശുദ്ധിയുടെ പാപത്തിൻ്റെ വഴികളെ വെറുത്തുപേക്ഷിക്കുമ്പോൾ, അതിൽ നിന്ന് നിന്റെ സ്വരം ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടുമ്പോൾ അതിൽ അത്ഭുതങ്ങൾ നടക്കും. കരങ്ങൾ ഉയർത്തുമ്പോൾ അതിൽ അത്ഭുതം, അധരങ്ങൾ തുറക്കുമ്പോൾ അതിൽ അത്ഭുതം. നീ കടന്നു ചെല്ലും നിന്റെ ഭവനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, ജീവിതം വിശുദ്ധീകരിക്കപ്പെടണം. എൻ്റെ ജീവിതം, എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ് ഇന്ന് പാപത്തിൻ്റെ പിടിയിലാണോ? ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് കണ്ണുകൾ തുറന്ന് ഹൃദയം തുറന്ന് മനസ്സ് തുറന്നൊന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് നിന്റെ ആത്മാവിലേക്ക് പ്രകാശം കടന്നു വരും, ദൈവീക പ്രകാശം കടന്നു വരും. നിന്റെ പാപത്തിൻ്റെ മേഖലകളെ തിരിച്ചറിയാൻ നിനക്ക് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള ബന്ധമില്ലായ്മ, കുടുംബത്തിന് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലായ്മ, സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഒറ്റപ്പെട്ടൊരവസ്ഥ, പാപം ഒരു വ്യക്തിയിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും. പാപം, അശുദ്ധി, അസന്മാർഗീയത, വ്യഭിചാരം തുടങ്ങിയ മേഖല നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി തീരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-15 തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ശ്രദ്ധിക്കണേ. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി. സമയം പൂർത്തിയായി. യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗമാണെന്ന് ഓർക്കണേ. യേശുവിൻ്റെ പരസ്യകാല ജീവിതത്തിൻ്റെ ആദ്യ പ്രസംഗമാണ്. ആദ്യമായിട്ട് ജനത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞ ഒരു കാര്യമാണ്, സമയം പൂർത്തിയായി. ഇനി അധികം സമയമില്ല. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ,
പേടിക്കാനൊന്നുമില്ല കേട്ടോ. പ്രായമായിരുന്നവരൊന്നും ഇവിടെ വ്യത്യാസമില്ല. ഇപ്പം പ്രായമായവരല്ല മരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് പ്രായമാകാത്തവരാണ് മരണങ്ങൾ കൂടുതൽ നടക്കുന്നത്. ഇപ്പം ചെറുപ്പക്കാരിലാണ്. സമയം പൂർത്തിയായ യേശു തൻ്റെ മുമ്പിലിരുന്ന ജനത്തോട് പറഞ്ഞു, ഇനി നിനക്ക് അധികം നാളില്ല ഇവിടെ കേട്ടോ. ഇനി നിനക്ക് അധികം നാള് ഇവിടെ ഇല്ല. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ കാര്യത്തിനൊരു തീരുമാനമായിട്ടുണ്ട്. അടുത്ത വചനം വായിക്കാമോ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. യെസ്, സമയം പൂർത്തിയായി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, അനുതപിച്ച് സുവിശേഷത്തിൽ ദൈവത്തിൽ നീ വിശ്വസിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യത്തെ തൻ്റെ പ്രസംഗത്തിലൂടെ ജനത്തോട് പറഞ്ഞു, നീ പോകുന്ന പോക്ക് ശരിയല്ല കേട്ടോ. നീ പോകുന്ന പോക്ക് ശരിയല്ല. നിന്റെ തീരുമാനങ്ങൾ ശരിയല്ല. നിന്റെ കാഴ്ചപ്പാടുകൾ മാറണം. നിന്റെ മനോഭാവം മാറണം. നിന്റെ പ്രവൃത്തികൾക്ക് മാറ്റം വരണം. എന്ന് വെച്ചാൽ നിനക്ക് മാനസാന്തരം വേണം. ഈ അൾത്താരയിൽ നീ ഈശോ ഇവിടെ ഇരിക്കുന്ന ഓരോ മകനോടും മകളോടും ഓർമ്മിപ്പിക്കുകയാണ്, മാനസാന്തരപ്പെടുവിൻ. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഓർമ്മിപ്പിക്കുക, ഏത് മേഖലയിൽ നീ ആകട്ടെ, ഒറ്റ കാര്യം നീ ചെയ്യണം, നീ അനുതപിക്കണം. നിന്റെ പാപത്തെ ഓർത്ത് നീ അനുതപിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് നിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യണമെങ്കിൽ, നിന്റെ കുടുംബത്തിൽ കർത്താവിന് അത്ഭുതം ചെയ്യണമെങ്കിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ കൃഷി മേഖലയിൽ, നിന്റെ ജോലി മേഖലകളിൽ, നിന്റെ ശുശ്രൂഷ മേഖലകളിൽ, നിന്റെ മക്കളുടെ പഠനങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് നിന്റെ പാപത്തെ ഓർത്ത് അനുതപിക്കണം. നിന്റെ പാപത്തെ ഓർത്ത് മനസ്തപിക്കണം. പ്രിയപ്പെട്ടവരെ, കർണാടക ഭാഗത്ത് നിന്ന് ഒരു കുടുംബം നമ്മുടെ അവിടെ ധ്യാനിക്കാൻ വന്നു. ഭാര്യയും ഭർത്താവും അവർ ധ്യാനിക്കാൻ വന്നത് വലിയ ദുഃഖത്തിനും സങ്കടത്തിലും വിഷമത്തിലൊക്കെ ആയിരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അവരുടെ മകൻ, മൂത്ത കുഞ്ഞ്, രണ്ടാമത്തത് ഒരു പെൺകുട്ടി, മൂത്തത് ആൺകുട്ടി, അവൻ പഠിക്കുകയാണ്. പക്ഷേ അവനെ സ്കൂളിലൊരു നൊട്ടോറിയസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അവൻ +2 പഠിക്കുന്ന പയ്യനാ. +2കാരന് പ്രേമക്കത്തുകളുടെ ഒരു കൂമ്പാരാണ് ഇവൻ. പെൺപിള്ളേർക്ക് പ്രേമത്തിൻ്റെ കത്തുകൾ കൊടുത്തിട്ട് അതിലിവനെ പിടിച്ച് പല പ്രാവശ്യങ്ങളിൽ അധ്യാപകർ വാണിംഗ് കൊടുത്തു. പെൺകുട്ടികൾക്ക് മര്യാദയ്ക്ക് അതിലൂടെ നടക്കാൻ പറ്റില്ല. അതുപോലെ പോകുന്ന വഴിയിലുമൊക്കെ നിന്ന് സംസാരങ്ങൾ, കഞ്ചാവ്, അത് വലിക്കൽ, അതിൻ്റെ ഒരു വശം, വേറൊരു വശം. പ്രിയപ്പെട്ടവരെ, ഇവനെ സ്കൂളിൽ അധ്യാപകർ ഇവനെ മടുത്തിട്ടു. പഠിക്കുകയില്ല. ഇതുപോലെയുള്ള എല്ലാ കൊള്ളരുതായ്മയിലും ഇവൻ നമ്പർ 1 സമരം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇതിൻ്റെ മുൻപിൽ ഇവനുണ്ട്. അങ്ങനെ ഒരു ആയിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇവർക്ക്, മാതാപിതാക്കൾക്ക് ഈ മോനെക്കുറിച്ചുള്ള പ്രതീക്ഷ എല്ലാം തകർന്ന് തരിപ്പണമായി. അത് തന്നെയല്ല, ഇവൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവനെക്കുറിച്ച് കംപ്ലൈൻറ്റുകളാണ്. എത്ര പ്രാവശ്യം ഇവനെ പ്രതി സ്കൂളിൽ പോകേണ്ടി വന്നു. അവസാനം ഇവന് സ്കൂളിൽ നിന്ന് എന്താ പറയുക, ഡിസ്മിസ് ചെയ്ത പോലെ ഒരു സ്ട്രോങ് വാണിംഗ് കൊടുത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ,
ഇവർ ധ്യാനിക്കാൻ വന്നു. ഇവർ ധ്യാനത്തിൻ്റെ അവസരത്തിൽ അച്ഛനെ കണ്ട് ഇവരുടെ സങ്കടങ്ങളും ഇവരുടെ ദുഃഖവും, ഈ മോനെ പ്രതി അപമാനിക്കപ്പെട്ടു ഇവർ ഒക്കെ സമൂഹത്തിൽ ഇച്ചിരിയൊക്കെ അറിയപ്പെടുന്നൊരു കുടുംബം അവിടെ. പക്ഷേ ഇവനെ ഈ പയ്യനെ പ്രതി ഇവർ അപമാനിക്കപ്പെട്ടു, അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവർ ഈ ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഇവരെ പ്രാർത്ഥിച്ചു വിട്ടു. ഇവർ പറഞ്ഞു, അച്ഛൻ ഇവൻ മോൻ ഇവിടെ വന്നൊരു ധ്യാനം കൂടണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ധ്യാനം കഴിഞ്ഞ് ചെന്നിട്ട് അവനെ ധ്യാനത്തിന് വിടാനായിട്ട് പറഞ്ഞ് ഒരു കോലാഹലം ഉണ്ടാക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. വെഞ്ചരിച്ച ഹന്നാമ്പെള്ളം അച്ഛൻ അവർക്ക് കൊടുത്തു വിട്ടു. നിങ്ങൾ ഈ ഹന്നാമ്പെള്ളം കൊണ്ടുപോയി അവനില്ലാത്ത സമയത്ത് മുറിയിൽ, അവൻ്റെ മുറി വിശ്വാസ പ്രമാണം ചൊല്ലി ഹന്നാമ്പെള്ളം തെളിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങളൊക്കെ കുറേ സാക്ഷ്യങ്ങൾ ഇവിടെ കേട്ടു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യും, ഹന്നാമ്പെള്ളം എടുത്ത് ഇവന് കൊടുക്കുന്ന ചായയിൽ നിങ്ങൾ ഒരു 1/2 സ്പൂൺ വീതോ നിങ്ങളുടെ രീതി അനുസരിച്ച് നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. ധ്യാനത്തെക്കുറിച്ച് നിങ്ങളൊരു കാര്യമേ പറയണ്ട, അവനോട് ധ്യാനിക്കാൻ പോകേണ്ട കാര്യം പറയേ വേണ്ട. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവർ വീട്ടിൽ ചെന്നു. ഇവൻ ചോദിച്ചു, വന്നോ, എഴുന്നള്ളിയോ? എഴുന്നള്ളി. അപ്പോൾ ഇവളും വളരെ പുച്ഛത്തോടുകൂടി പരിഹാസത്തോടുകൂടി ധ്യാനത്തെക്കുറിച്ച് എന്താണ് ഇവരോട് ചോദിച്ചതിന് മാത്രം ഇവർ മറുപടി പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ ഇവർ പരിശുദ്ധ കുർബാന മുടങ്ങാതെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ മാതാപിതാക്കളുടെ ദുഃഖ സങ്കടങ്ങളൊക്കെ അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ള കുറച്ച് പേരോട് പറഞ്ഞു, നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഈ പയ്യന് വേണ്ടി. ഇവൻ രക്ഷപ്പെട്ടാൽ കർണാടക അല്ലെങ്കിൽ നമ്മുടെ ആ ഏരിയ മുഴുവനും അനുഗ്രഹിക്കപ്പെടാനായിട്ട് ദൈവം കാരണമാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഓഫീസിലേക്ക് ഒരു ഫോൺ കോള്. ഈ ധ്യാനിച്ചു പോയ മാതാപിതാക്കൾ അവർ പറഞ്ഞു, ജോയി അച്ഛനോട് ഒരു കാര്യം പറയണം. മോനെ പ്രതി അച്ഛൻ്റെ മുമ്പിലിരുന്ന് 1/2 മണിക്കൂർ നേരം കരഞ്ഞ മാതാപിതാക്കളാണ് ഞങ്ങളെന്ന് അച്ഛനോട് പറയണം. ഓഫീസിൽ വിളിച്ചു എന്നിട്ട് പറയണം, ഞങ്ങളുടെ മകൻ ഈ കഴിഞ്ഞ ദിവസത്തിൽ ചോദിച്ചു, നിങ്ങൾ ഇന്നാളെ ഏതൊരു സ്ഥലത്ത് പോയല്ലോ, ഹല്ലേലൂയ പറയുന്ന എവിടെ അങ്ങോട്ട് പോയല്ലോ, ആ സ്ഥലത്ത് ഒന്ന് പോകാനായിട്ട് പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഡിസംബർ മാസം ഇവർ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്. അവൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, എനിക്കവിടെ പോകാനായിട്ട് ബുക്ക് ചെയ്യാമോ? അവന് സീറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഈ മാതാപിതാക്കൾ ഓഫീസിലേക്ക്, നമ്മുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ പയ്യൻ അവിടെ ധ്യാനത്തിന് വന്നു. അച്ഛൻ അവിടെ ഓഫീസിലൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. അവന് കൊടുക്കേണ്ട സ്ഥലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. പ്രത്യേകം അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സിസ്റ്റേഴ്സിനോടൊക്കെ അച്ഛൻ സൂചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പം ഈ പയ്യനെ എനിക്ക് മനസ്സിലായി, ഇവനിങ്ങനെ ഇരിക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം ഇവനിങ്ങനെ ടോട്ടലി അസ്വസ്ഥനാണ്. ടോട്ടൽ അസ്വസ്ഥൻ. ഈ കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ ഈ സ്വാധീനവനിലുണ്ട്. എല്ലാ പാപത്തിൻ്റെയും സ്വയംഭോഗം മുതൽ എല്ലാ പാപ ബന്ധനങ്ങളുടെ ഒരു വലിയ അടിമത്തത്തിലായി കുഞ്ഞ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ പയ്യനെ ശ്രദ്ധിച്ചു. അങ്ങനെ അവന് ധ്യാനത്തിൻ്റെ 1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, 3-ാം ദിവസം കഴിഞ്ഞു. കുമ്പസാരമൊക്കെ നന്നായിട്ട് നടന്നു. 4-ാമത്തെ ദിവസം ഈ പയ്യൻ, അപ്പോൾ ഇവനോട് പറഞ്ഞു വിട്ടു, മോനെ നീ അവിടെ ധ്യാനത്തിന് പോകാണ്, നീ അച്ഛൻ്റെ അടുത്ത് നിന്ന് പോയി ഒരു കൈവപ്പ് മേടിക്കണം. അങ്ങനെ ഈ പയ്യൻ വന്നു. അപ്പോൾ ഓഫീസിൽ പറഞ്ഞു, അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ ഞാരെയും ധ്യാനത്തിൽ കണ്ടില്ലെങ്കിലും ഇവനെ കാണണമെന്നുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛൻ. അങ്ങനെ ഈ പയ്യൻ വന്നു. ഇവൻ വന്നിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഇവൻ്റെ വിശ്വാസമൊക്കെ ഒന്ന് വർദ്ധിക്കണം, ഇവന് ഒരു ദൈവാശ്രയത്വമൊക്കെ ഉണ്ടാകണം. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിച്ച് ഇവന് 3-4 മെസ്സേജ് കൊടുത്തേക്കാം. ഇവന്
3-4 മെസ്സേജ് കൊടുത്തേക്കാം. അപ്പോൾ പ്രാർത്ഥിച്ച് മെസ്സേജ് കൊടുക്കാൻ നമുക്ക് സമയമില്ല, കാരണം ഈ എല്ലാവരെയും ഒക്കെ ഒന്ന് കാണണ്ടേ. അപ്പം അതുകൊണ്ട് എന്നാൽ ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് നേടിയെടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. 1-ാമത്തെ മെസ്സേജ് പറഞ്ഞു. 2-ാമത്തെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു. ഇവൻ്റെ ശിരസിൽ കൈവച്ചിട്ട് അച്ഛൻ പറഞ്ഞു, മോനെ, നിനക്ക് കർത്താവ് വലിയ വിജയം പരീക്ഷയിൽ നൽകി, വലിയ മാർക്ക് കിട്ടി, നീ പാസ്സായി ഉയർന്നു പോകുന്നതായി കാണുന്നു. ഇവൻ്റെ അപ്പനും അമ്മയൊക്കെ പറഞ്ഞ് ജോയച്ചനെ കുറിച്ച് ഇവൻ്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ മെസ്സേജോടുകൂടി ഉള്ള വിശ്വാസവന്, കാരണം ക്ലാസ്സുകൾ നഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നത് വട്ടപൂജ്യമാണ്. ഇവന് ഇങ്ങനെ ഇരിക്കുന്ന ഇവനോടാണ് മെസ്സേജ് പറയുന്നത്, കർത്താവ് നിനക്ക് വിജയം നൽകി, പരീക്ഷയിൽ മാർക്ക് നൽകി, നിന്നെ കർത്താവ് ഇതാ വിജയിപ്പിച്ച് അനുഗ്രഹിക്കുന്നതായി കാണുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പയ്യൻ പിന്നീട് പറഞ്ഞതാണ് കേട്ടോ ഈ കാര്യം. അങ്ങനെ അതിന് ശേഷം പിന്നെ വീണ്ടും അവന് പ്രാർത്ഥിച്ചു. ഏതായാലും അവൻ വീണ്ടും ഒരു നല്ലൊരു ഇതിലേക്കൊക്കെ, വിശ്വാസത്തിലേക്കും ഒരു നല്ലൊരു അനുഭവത്തിലേക്കും, ഈ പാപത്തിൻ്റെ മദ്യവും കഞ്ചാവും എല്ലാ പരിപാടികളും ഉപേക്ഷിക്കാനായിട്ട് പറഞ്ഞു. അവൻ അതുപോലെ അതെല്ലാം കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ധ്യാനം കഴിഞ്ഞ് അവൻ പോയി. മാർച്ചിലോ ഏപ്രിൽ നടക്കുന്ന പരീക്ഷയിൽ ഇവൻ്റെ നവീകരണവും മാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അധ്യാപകർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ മാതാപിതാക്കളെ വിളിപ്പിച്ച് ഈ പയ്യനെയും കൂട്ടി അവിടെ അവർ സ്കൂളിലെത്തി. അവരേതായാലും അവനെ സ്വീകരിച്ചു, അവനെ പരീക്ഷയ്ക്ക് ഇരുത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവൻ +2 പരീക്ഷ എഴുതി. +2 പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കിയാട് ധ്യാന കേന്ദ്രത്തിൽ വന്ന് അവനും അവൻ്റെ അപ്പനും അമ്മയും കൂടി ഒരുമിച്ച് വന്ന് പങ്കുവെച്ച ഒരു സാക്ഷ്യമാണ് അച്ഛൻ ഇപ്പം നിങ്ങളോട് പങ്കുവെക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പയ്യൻ വിശ്വസിക്കാനാവാത്ത വിധത്തിൽ ഇവന് കർത്താവ് 2nd ക്ലാസ് മാർക്ക് നൽകി, +2 പരീക്ഷയിൽ വിജയം നൽകി അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ കർത്താവിൻ്റെ സന്ദേശം അവൻ്റെ മേൽ മാംസം ധരിപ്പിക്കുവാൻ കാരണമാക്കി മാറ്റി. കൈയടിക്കാൻ തോന്നുന്നില്ല നിങ്ങൾക്ക്? നിങ്ങളെന്ത് മനുഷ്യരാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പയ്യൻ്റെ മാറ്റം ആ ഭാഗം, ആ ഏരിയ മുതൽ അനേകർ നമ്മുടെ മക്കിയാട് വന്ന് ധ്യാനം കൂടാനായിട്ട് കർത്താവ് കാരണമാക്കി. അച്ഛൻ ഇത് എന്തിനാ ഈ സംഭവം നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പാപം, തിന്മ, അന്ധകാരത്തിൻ്റെ വഴികൾ ഒരു വ്യക്തി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മേൽ, അവളുടെ മേൽ ദൈവത്തിൻ്റെ കരം പതിയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വലിയ നവീകരണം അവളുടെ മേൽ വന്ന് ഭവിച്ചു കഴിയുമ്പോൾ അതുവഴി കർത്താവ് അവളുടെ സകലമാന തലങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. സ്വർഗം നമുക്കായി തുറന്നിടട്ടെ, പാപത്തിൻ കൂരിരുൾ നീങ്ങിടട്ടെ, തിന്മകൾ ചാമ്പലായി തീർന്നിടട്ടെ, ബന്ധനമെല്ലാം അഴിഞ്ഞിടട്ടെ. സ്വർഗം നമുക്കായി തുറന്നിടട്ടെ, പാപത്തിൻ കൂരിരുൾ നീങ്ങിടട്ടെ, തിന്മകൾ ചാമ്പലായി തീർന്നിടട്ടെ, ബന്ധനമെല്ലാം അഴിഞ്ഞിടട്ടെ.